വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് PSC ബുള്ളറ്റിനിൽ വന്ന പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കാം കേട്ടോ. 2024 പുരസ്കാരമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാ പുരസ്കാരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ SCRT ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽഡ് സിലബസ് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കാണാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ് പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ്? കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ എന്നിവയാണ് പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളാണ് കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു? 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ MK സാനുവിനാണ് 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ MK സാനു. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? ഡോക്ടർ S സോമനാഥാണ് കേട്ടോ. ഡോക്ടർ S സോമനാഥ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ. അതുപോലെ തന്നെ കാർഷിക രംഗത്തിൽ ആർക്കാണ്? ഭുവനേശ്വരിക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? കേരള പ്രഭ പുരസ്കാരം 2024 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ S സോമനാഥിന് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലായിരുന്നു. അതുപോലെ കാർഷിക രംഗത്ത് നിന്ന് ആർക്കാണ്? ഭുവനേശ്വരിക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 2024 കേരള ശ്രീ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? 2024 കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? കലാമണ്ഡലം വിമല മേനോൻ. കലയിലാണ് കലാമണ്ഡലം വിമല മേനോൻ എന്തിലാണ്? കലയിലാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ TK ജയകുമാറിന് ആരോഗ്യത്തിൽ ലഭിച്ചോ? ഡോക്ടർ TK ജയകുമാറിന് ആരോഗ്യത്തിൽ ലഭിച്ചോ? അതുപോലെ തന്നെ നാരായണ ഭട്ടതിരി കാലിഗ്രഫിയിലാണ് നാരായണ ഭട്ടതിരിക്ക് ലഭിച്ചത്. അതുപോലെ സഞ്ജു സാംസണ് കായികത്തിലും, ഷെയ്ജ ബേബിക്ക് സാമൂഹിക സേവനം ആശാ വർക്കർ എന്ന നിലയിലും, VK മാത്യൂസിന് വ്യവസായ വാണിജ്യം എന്ന നിലയിലുമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കലാമണ്ഡലം വിമല മേനോൻ. കലാമണ്ഡലം വിമല മേനോൻ ഏത് വിഭാഗത്തിലാണ്? കലയുമായി ബന്ധപ്പെട്ട ആളാണ് കലാമണ്ഡലം വിമല മേനോൻ. കലാമണ്ഡലം വിമല മേനോൻ കലയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടത് ആരായിരുന്നു? TK ജയകുമാർ. ഇനി കാലിഗ്രഫിയുമായി ബന്ധപ്പെട്ടത് നാരായണ ഭട്ടതിരി. കാലിഗ്രഫിയുമായി ബന്ധപ്പെട്ടത് ആർക്കാണ്? നാരായണ ഭട്ടതിരി. കായികം സഞ്ജു സാംസൺ. സാമൂഹിക സേവനം ആശാ വർക്കർ ഷൈജ ബേബി. സാമൂഹിക സേവനം ആശാ വർക്കർ ആർക്കാണ്? ഷൈജ ബേബിക്ക് ലഭിച്ചോ? അതുപോലെ തന്നെ വ്യവസായം വാണിജ്യം എന്ന നിലയിൽ ആർക്കാണ്? VK മാത്യൂസിന് ലഭിച്ചോ? അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എന്താണ് കേരള ജ്യോതി പുരസ്കാരം 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MK സാനുവിനാണ്. 2024 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് 2 പേർക്കായിരുന്നു. S സോമനാഥിനും അതുപോലെ തന്നെ ആർക്കാണ്? ഭുവനേശ്വരിക്കുമാണ്. S സോമനാഥ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലും കാർഷിക രംഗത്തിന് ഭുവനേശ്വരിക്ക് ലഭിച്ചു. 2024 കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് കലാമണ്ഡലം വിമല മേനോൻ കല, ഡോക്ടർ TK ജയകുമാർ ആരോഗ്യം, നാരായണ ഭട്ടതിരി കാലിഗ്രഫി, സഞ്ജു സാംസൺ കായികം, ഷൈജ ബേബി സാമൂഹിക സേവനം ആശാ വർക്കർ, VK മാത്യൂസ് വ്യവസായം വാണിജ്യം. നെക്സ്റ്റ്, ഫന്നാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പോർച്ചുഗൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള നടൻ ആരാണ്? പോർച്ചുഗലിൽ നടന്ന ഫെന്നാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള നടൻ ആരാണ്? ടോവിനോ തോമസ് ആണ്. ചിത്രം അദൃശ്യജാലകങ്ങളായിരുന്നു. ചിത്രം എന്താണ്? അദൃശ്യജാലകങ്ങളായിരുന്നു. ഫെന്നാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള നടൻ ആരാണ്? ടോവിനോ തോമസ്. ചിത്രം ഏതാണ്? അദൃശ്യജാലകങ്ങൾ. ലോൺലി പ്ലാനറ്റിൻ്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ബീച്ചാണ്? ലോൺലി പ്ലാനറ്റിൻ്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് പാപനാശം ബീച്ചാണ്. വർക്കല ബീച്ച് എന്നതിനെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പാപനാശം ബീച്ച് അല്ലെങ്കിൽ വർക്കല ബീച്ചാണ് ലോൺലി പ്ലാനറ്റിൻ്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഏതാണ്? പാപനാശം ബീച്ച്. നെക്സ്റ്റ്,
അദൃശ്യജാലകങ്ങൾ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ആരാണ്? നമുക്ക് പറഞ്ഞു അല്ലേ, ടോവിനോ തോമസിന് അദൃശ്യജാലകങ്ങൾ എന്ന് പറയുന്ന ചിത്രത്തിനാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദൃശ്യജാലകങ്ങൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഡോക്ടർ ബിജു ആണ് അദൃശ്യജാലകങ്ങൾ എന്ന സിനിമ സംവിധാനം ചെയ്തത്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സക്കറിയാണ് കേട്ടോ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സക്കറിയ. മികച്ച നവാഗത പാർലമെന്റേറിയന് നൽകുന്ന 2023 ലോക്മത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മികച്ച നവാഗത പാർലമെന്റേറിയന് നൽകുന്ന 2023 ലോക്മത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജോൺ ബ്രിട്ടാസിനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം നേടിയതാരായിരുന്നു? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ഡോക്ടർ PK രാധാമണി. അക്ഷരോം കി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതിനാണ് ആർക്ക് ലഭിച്ചത്? ഡോക്ടർ PK രാധാമണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിഭാഗത്തിൽ നിന്നും അല്ലേ പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ നിന്നും പുരസ്കാരം നേടിയത് ആരായിരുന്നു? ഡോക്ടർ PK രാധാമണിയാണ്. അക്ഷരോം കി സായ് എന്ന് പറയുന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിലാണ് പരിഭാഷപ്പെടുത്തിയത്. അക്ഷരോം കി സായ് എന്ന ആത്മകഥ ആരായിരുന്നു? അമൃത പ്രീതത്തിനെയാണ് അക്ഷരോം കി സായ് എന്ന് പറയുന്നത് എന്ന ആത്മകഥ അമൃത പ്രീതത്തിനെയാണ്. എന്താണ് പറയുന്നത്? അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ PK രാധാമണി പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ അവാർഡ് ലഭിച്ചത് അല്ലേ, 2023 പരിഭാഷ അവാർഡ് കേട്ടോ. നെക്സ്റ്റ്, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവായ പ്രശസ്ത കവി ആരാണ്? ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവായ പ്രശസ്ത കവിയാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവായ പ്രശസ്ത കവി ആരാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരി. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ തെയ്യം കലാകാരൻ ആരാണ്? പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ തെയ്യം കലാകാരനാണ് EP നാരായണൻ പെരുവണ്ണാൻ. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ തെയ്യം കലാകാരൻ ആരാണ്? EP നാരായണൻ പെരുവണ്ണാൻ. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ തെയ്യം കലാകാരൻ ആരാണ്? EP നാരായണൻ പെരുവണ്ണാൻ. സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമിയുടെ 2022 ക്ഷേത്രകലാശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു? സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമിയുടെ 2022 ക്ഷേത്രകലാശ്രീ പുരസ്കാരം ലഭിച്ചത് KS ചിത്രയ്ക്കാണ്. 2022 ക്ഷേത്രകലാശ്രീ പുരസ്കാരം ലഭിച്ചത്. മധ്യപ്രദേശ് സർക്കാരിൻ്റെ ലതാ മങ്കേഷ്കർ ദേശീയ പുരസ്കാരം ലഭിച്ച ഗായികയാണ് KS ചിത്ര. മധ്യപ്രദേശ് സർക്കാരിൻ്റെ ലതാ മങ്കേഷ്കർ ദേശീയ പുരസ്കാരം ലഭിച്ച ഗായികയും കൂടിയാണ് KS ചിത്ര. 2022 ക്ഷേത്ര കലാശ്രീ പുരസ്കാരവും KS ചിത്രയ്ക്കായിരുന്നു. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി പ്രസിന് അർഹരായത് ആരാണ്? കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി പ്രൈസിന് അർഹയായത് ആരാണ്? സന ഇർഷാദ് മട്ടു ആണ് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി പ്രൈസ്. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡ് ലഭിച്ച കാന്തള്ളൂർ ഏത് ജില്ലയിലാണ്? അപ്പോൾ ഇടുക്കിയിലാണ് ഈ കാന്തള്ളൂർ ജില്ല അല്ലേ. കാന്തള്ളൂർ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കാന്തള്ളൂർ. ഈ കാന്തള്ളൂരിന് എന്താണ് ലഭിച്ചത്? ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡ് ലഭിച്ചത് ഏതാണ്? ഇടുക്കിയിലെ കാന്തള്ളൂർ ജില്ലയ്ക്കാണ്. ഓക്കെ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏതാണ്? 62ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ് അല്ലേ. എവിടെയായിരുന്നു വേദി? 62ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്ന എവിടെയാണ്? കൊല്ലത്താണ്, കണ്ണൂരാണ് അല്ലേ. കണ്ണൂരിനാണ് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച ചിത്രകാരൻ ആരാണ്? കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച ചിത്രകാരൻ ആരാണ്? സുരേന്ദ്രൻ നായർക്കാണ് കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 2024 ലഭിച്ചിട്ടുണ്ടായിരുന്നത്.
ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? PN ഗോപികൃഷ്ണനാണ് അല്ലേ. PN ഗോപികൃഷ്ണൻ്റെ കവിതാ സമാഹാരം ഏതാണ്? കവിത മാംസഭോജിയാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ കവിത ഏതാണ്? കവിത മാംസഭോജിയാണ്. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത്തെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫിനാണ്. സാറാ ജോസഫിൻ്റെ നോവലാണ് എസ്തേർ എന്ന് പറയുന്നത് കേട്ടോ. എസ്തേറിനാണ് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത്. സാറാ ജോസഫിന് എസ്തേറിനായിരുന്നു 17ാമത്തെ മലയാറ്റൂർ പുരസ്കാരം കേട്ടോ. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? MK സാനു ആണല്ലേ. MK സാനുവിനാണ് തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. MK സാനുവിനാണ്. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക ശാസ്ത്രജ്ഞൻ ആരാണ്? കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക ശാസ്ത്രജ്ഞനാണ് PR കുമാർ കേരളവർമ്മ. PR കുമാർ കേരളവർമ്മ. അപ്പോൾ കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച കർണാടക ശാസ്ത്രജ്ഞനാണ് PR കുമാര കേരളവർമ്മ. തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരായിരുന്നു? MK സാനുവായിരുന്നു. അതുപോലെ തന്നെ മലയാറ്റൂർ പുരസ്കാരം 17ാമത് ലഭിച്ചത് സാറാ ജോസഫിൻ്റെ എസ്തേറിനായിരുന്നു. അതുപോലെ തന്നെ 53ാമത്തെ ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് PN ഗോപികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ കവിത ഏതായിരുന്നു? കവിത മാംസഭോജിയാണ്. രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച ആർക്കായിരുന്നു? സുരേന്ദ്രൻ നായർക്കായിരുന്നു. ഓക്കെ. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം 2024 ലഭിച്ചതാർക്കാണ്? NS മാധവനാണല്ലേ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. NS മാധവനാണ് സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം 2024 ലഭിച്ചതാർക്കാണ്? NS മാധവൻ. 2003 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് ആരാണ്? പ്രഭാവർമ്മയാണ്. 2023 33ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവാണ് പ്രഭാവർമ്മ. അദ്ദേഹത്തിൻ്റെ കൃതിയായിരുന്നു രൗദ്രം സാത്വികം. 2023 33ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് ആരാണ്? പ്രഭാവർമ്മയാണ്. കൃതി ഏതാണ്? രൗദ്രം സാത്വികം. 2024 48ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 48ാമത്തെ വയലാർ പുരസ്കാരം ലഭിച്ചത് അശോകൻ ചെരുവിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ നോവലാണ് കാട്ടൂർ കടവ്. കാട്ടൂർ കടവിനാണ് 2024 48ാമത്തെ വയലാർ പുരസ്കാരം ലഭിച്ചത്. അശോകൻ ചെരുവിലിൻ്റെ നോവലായ കാട്ടൂർ കടവിനാണ്. നെക്സ്റ്റ്, ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് PEN അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാൻറ്റിന് അർഹയായ മലയാളി വിവർത്തക ആരാണ്? ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് PEN അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാൻറ്റിന് അർഹയായ മലയാളി വിവർത്തകയാണ് ഡോക്ടർ വൃന്ദാവർമ്മ. പ്രശസ്ത നാടക നടൻ ഒച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം ആസ്പദമാക്കി ഡോക്ടർ S ഗിരീഷ് കുമാർ രചിച്ച അലിംഗ എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് മൊഴി മാറ്റിയ മലയാളിയാണ് ഡോക്ടർ വൃന്ദാവർമ്മ. പ്രശസ്ത നാടക നടൻ ഒച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം ആസ്പദമാക്കി ഡോക്ടർ S ഗിരീഷ് കുമാർ രചിച്ച അലിംഗം എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് മൊഴി മാറ്റിയ മലയാളിയും കൂടിയാണ് ഡോക്ടർ വൃന്ദാവർമ്മ. അപ്പോൾ ഡോക്ടർ വൃന്ദാവർമ്മയാണ് ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് PEN അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രേഡിന് അർഹയായത്. മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാര തുകയ്ക്ക് അർഹയായ രജനി സുരേഷിൻ്റെ കൃതി ഏതാണ്? മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം ലഭിച്ചതാർക്കാണ്? രജനി സുരേഷിനാണ്. കൃതി ഏതാണ്? വെള്ളുവനാടൻ വിഷുക്കുടുക്ക. മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരമാണ് രജനി സുരേഷിന് ലഭിച്ചത്. വെള്ളുവനാടൻ വിഷുക്കുടുക്ക എന്നാണ് പ്രധാന കൃതി. സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാന പുരസ്കാര ജേതാവ് ആരാണ്? A മുകുന്ദനാണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള
ദേശാഭിമാനി പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനായിരുന്നു. നെക്സ്റ്റ്, കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മൂന്നാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മൂന്നാമത്തെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് തുളസീവനം ആർ രാമചന്ദ്രൻ നായർക്കാണ്. തുളസീവനം ആർ രാമചന്ദ്രൻ നായർ. ആർ രാമചന്ദ്രൻ നായരുടെ തൂലികാനാമമാണ് തുളസീവനം. എസ് കെ പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? എസ് കെ പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കെ പി രാമനുണ്ണിയാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഹൈന്ദവം. കെ പി രാമനുണ്ണിയുടെ കൃതിയാണ് ഹൈന്ദവം. അപ്പോൾ കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മൂന്നാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് തുളസീവനം ആർ രാമചന്ദ്രൻ നായർക്കാണ്. എസ് കെ പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് കെ പി രാമനുണ്ണിയാണ്. കൃതി ഏതാണ്? ഹൈന്ദവമാണ്. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വിഖ്യാത ഒഡിയ എഴുത്തുകാരി ആരാണ്? 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വിഖ്യാത ഒഡിയ എഴുത്തുകാരിയാണ് പ്രതിഭ റോയ്. പ്രതിഭ റായാണ് 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വിഖ്യാത ഒഡിയ എഴുത്തുകാരി. 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയ രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ്? എന്താണ് ക്വസ്റ്റ്യൻ? 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയത് ഏത് കവിതയ്ക്കാണ്? രാത്രിയിൽ അച്ചാങ്കര എന്ന് പറയുന്ന കവിതയ്ക്കായിരുന്നു. അതിൻ്റെ രചയിതാവ് ആരാണ്? ദുർഗാ പ്രസാദ് ആണ്. രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവാണ് ദുർഗാ പ്രസാദ്. 2024 ONV യുവ സാഹിത്യ പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചത്? ദുർഗാ പ്രസാദിൻ്റെ രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ചത്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? റഫീഖ് അഹമ്മദ് ആണ്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? റഫീഖ് അഹമ്മദ്. കമുഖറ ഫൗണ്ടേഷൻ്റെ കമുഖറ സംഗീത പുരസ്കാരം ലഭിച്ച സംഗീത സംവിധായകൻ ആരാണ്? കമുഖറ ഫൗണ്ടേഷൻ്റെ കമുഖറ സംഗീത പുരസ്കാരം ലഭിച്ച സംഗീത സംവിധായകനാണ് ജെറി അമൽദേവ്. സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ്. സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ ഗോൾഡൻ ആർക്ക് ഫിലിം അവാർഡ് നേടിയ മലയാള സിനിമാ നടി ആരാണ്? സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ ഗോൾഡൻ ആർക്ക് ഫിലിം അവാർഡ് നേടിയ മലയാള സിനിമാ നടിയാണ് ഷീല. അപ്പോൾ സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത്തെ സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയും അതുപോലെ തന്നെ ഗോൾഡൻ ആർക്ക് ഫിലിം അവാർഡ് നേടിയ മലയാള സിനിമാ നടിയാണ് ഷീല. MK സാനു ഫൗണ്ടേഷൻ നൽകുന്ന 2023 ഗുരുപ്രസാദം പുരസ്കാരം ലഭിച്ചത് എസ് സോമനാഥനാണ്. ISO ചെയർമാനാണല്ലേ എസ് സോമനാഥൻ. അദ്ദേഹത്തിനാണ് 2023 ഗുരുപ്രസാദം പുരസ്കാരം ലഭിച്ചത്. ആര് നൽകുന്നതാണ്? MK സാനു ഫൗണ്ടേഷൻ നൽകുന്നതാണ്. അപ്പോൾ MK സാനു ഫൗണ്ടേഷൻ നൽകുന്ന 2023 ഗുരുപ്രസാദം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എസ് സോമനാഥനാണ്. ISRO ചെയർമാനാണ്. പശ്ചിമ ബംഗാൾ ഗവേണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ ആരാണ്? പശ്ചിമ ബംഗാൾ ഗവേണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടനാണ് ജഗതി ശ്രീകുമാർ. പശ്ചിമ ബംഗാൾ ഗവേണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ ആരാണ്? ജഗതി ശ്രീകുമാർ. മികച്ച ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഗ്രേസിക്കാണ്. പെൺകുട്ടിയും കൂട്ടരും എന്ന് പറയുന്ന കൃതിക്കാണ് കേട്ടോ. മികച്ച ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഗ്രേസിക്കാണ്. മികച്ച ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഗ്രേസിക്കാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയും കുറേ ഫിലിംസും അവാർഡ്സ് ഉണ്ട്. നമുക്ക് 2-3 ക്ലാസ്സിനുള്ളിൽ തന്നെ നമുക്ക് ഇതുവരെ 2024 നടത്തിയിട്ടുള്ള എല്ലാ പുരസ്കാരങ്ങളും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.